Meet the editors. ചോദ്യം ഇതാണ്, പോര് മുറുകുന്നു. സ്മൃതി, ഇത് വീണ്ടും മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തി. മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗത്തിൽ ജമാഅത്തെ വിഷയമാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. PV അൻവറിനെതിരെ ശക്തമായിട്ട് തുറന്നടിക്കുന്നു. അതേപോലെ ജമാഅത്തെ വിഷയത്തിൽ കടുത്ത നിലപാടാണ്, രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തിയത്. പ്രതിപക്ഷം തിരിച്ച് ഇന്നിപ്പോൾ VD സതീശൻ്റെ പത്രസമ്മേളനം അവസാനിക്കുമ്പോൾ വർഗീയത പറയുന്നത് LDF ആണ് എന്ന നിലപാടിലേക്ക് എത്തുന്നു. അല്പസമയം മുമ്പ് ലീഗിലെ നേതാക്കളോട് നമ്മൾ ചോദിക്കുമ്പോൾ അതിലൊരു വ്യക്തമായ ഉത്തരം, അതായത് ജമാഅത്തെ ഇസ്ലാമി നിലപാട് മാറ്റൂ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ പിന്തുണ പണ്ട് LDF-നായിരുന്നു, ഇപ്പോൾ UDF-ന് കൊടുത്തു എന്ന നിലപാട് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. പോര് മുറുകയാണോ? പോര് മുറുകുകയാണ്. ഇനിയിപ്പോൾ 5 ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് പുതിയ വിഷയങ്ങളുമില്ല. ഉള്ള വിഷയങ്ങളിൽ തന്നെ ഒന്നും കൂടി ആവർത്തിച്ച് അത് പറഞ്ഞ് വോട്ടാകുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇരു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് മൂത്തേടത്തായിരുന്നു അല്ലേ? അത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ എത്തി അദ്ദേഹം ഇന്ന് പറയുന്നതിലും പുതുമയില്ല. ആദ്യം പറഞ്ഞ കാര്യം തന്നെ വഞ്ചന. ആ വഞ്ചന വഞ്ചകനാണ് PV അൻവർ എന്ന് പറയുന്നു. അപ്പുറത്ത് PV അൻവർ എന്തിന് രാജിവെച്ചു എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ രാജിവെക്കുന്നത് എവിടെ? യഥാർത്ഥത്തിലുള്ള ഭരണം നടക്കുന്നില്ല, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള രാജിയാണ്. അതാണ് വോട്ടാവുക എന്നാണിപ്പോൾ പാണക്കാട് തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങളുടെ വാർത്താ സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. എന്തിന് വാർത്താ സമ്മേളനം നടത്തി എന്നതൊരു വിഷയമാണല്ലോ. തങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് ലീഗിലെ നേതാക്കൾ പോയി, പക്ഷേ പാണക്കാട് കുടുംബത്തിലെ നേതാക്കളെ കൂട്ടാതെ കൺവെൻഷൻ നടത്തി എന്നുള്ളൊരു വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് കൂടിയാണ് തങ്ങൾ ഇന്ന് വാർത്താസമ്മേളനം നടത്തി. രാഷ്ട്രീയ പ്രതികരണങ്ങൾ ശക്തമായി തന്നെ പാണക്കാട് തങ്ങൾ പൊതുവെ ഈ രൂപത്തിൽ അങ്ങനെ ഡേ ടു ഡേ വിഷയങ്ങളിൽ അങ്ങനെ പ്രതികരിക്കാറില്ല. പക്ഷേ ഇന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. പറയാനുള്ള കാര്യങ്ങളിൽ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ് അവിടെ മത്സരം നടക്കുന്നതെന്ന് പറയുന്നു. ഭരണകൂടത്തിനെതിരായ വികാരം അവിടെ പ്രതിഫലിക്കുമെന്ന് പറയുന്നു. ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കിയ സർക്കാർ, എന്താണോ ഇപ്പോൾ UDF ഈ പ്രചാരണത്തിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതൊക്കെ തന്നെ പറയുന്നു. അപ്പുറത്ത് ഭരണം തുടരും എന്നുള്ള പ്രതികരണം അവിടെ LDF ഉന്നയിക്കുമ്പോൾ തുടരുക, കഴിഞ്ഞ പല ഘട്ടങ്ങളായി നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ ഫലത്തിൻ്റെ അതേ രൂപത്തിലായിരിക്കുക തുടരുക. അത് പാലക്കാടും തൃക്കാക്കരയും പുതുപ്പള്ളിയുമാണ് ഇപ്പോൾ തുടരാൻ പോകുന്നത്, നിലമ്പൂരിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിക്കുമെന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിനെ ഉണ്ടാക്കിയ നേതാവ് ആര്യാടൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ലീഗുമായുള്ള ഫൈറ്റിൽ തന്നെയാണ് അവിടെ കോൺഗ്രസിനൊരു അഡ്രസ്സ് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിയാണ്, കോൺഗ്രസിന് അവിടെ ഉണ്ടാക്കി കൊടുത്ത നേതാവ്, ആ നേതാവിൻ്റെ മകൻ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അത് ആ ഘട്ടത്തിലെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഇനി എടുത്തുപയോഗിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള മറുപടി കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയറിൻ്റെയോ പിന്തുണയിൽ അതിലൊരു പുതുമയില്ല. കാരണം അവരൊരു സഖ്യത്തിലേക്ക് വരികയല്ല. തെരഞ്ഞെടുപ്പിൽ ആർക്ക് പിന്തുണ നൽകണമെന്നുള്ളത് അതത് കക്ഷികൾ തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ കുറച്ചുകാലം LDF-ന് പിന്തുണ കൊടുത്തവർ കുറച്ചു കാലമായി ഇപ്പോൾ UDF-ന് പിന്തുണയ്ക്കുന്നു. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അവരുടെ രാഷ്ട്രീയ നിലപാടൊന്നുകൂടി പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. അവരുടെ പിന്തുണ കിട്ടുന്നു എന്നതിനപ്പുറം അതിലൊരു സഖ്യത്തിൻ്റെ സ്വഭാവമില്ല. അതിലപ്പുറം ചോദ്യം പോകേണ്ടതില്ല. അതാണ് കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുകൊണ്ട് അനാവശ്യ ചർച്ചയിലേക്ക് പോകേണ്ടതില്ല, എത്രയാണ് അതിൻ്റെ വസ്തുത എന്ന രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒന്നും ചെയ്യാത്ത സർക്കാരെന്നും ഈ തിരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം അതെന്താണ് എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കുക. അപ്പോൾ ആന ചവിട്ടിക്കൊല്ലുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ മറ്റു കാര്യങ്ങളല്ലല്ലോ ഉണ്ടാവുക എന്ന രൂപത്തിലും പ്രതികരിക്കുന്നു. അപ്പുറത്ത് M സ്വരാജ് എന്ന പാർട്ടി സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അവിടെ സാംസ്കാരിക പ്രവർത്തകർ, സാഹിത്യകാരന്മാരൊക്കെ അവിടെ വരുന്നത് സ്വരാജിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ രൂപത്തിൽ തന്നെ സ്വരാജിന് വേണ്ടിയുള്ള സ്വരാജിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ ക്യാമ്പയിൻ നിലമ്പൂരിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ എല്ലായിടത്തും സ്വരാജിന് വേണ്ടിയുള്ള ആരുടെയും ശക്തി അങ്ങനെ കാണാനില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായി ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ അറിയാനാകുന്നൊരു വാർത്ത, മുഖ്യമന്ത്രിയുടെ PR ടീമിന് വലിയ ശമ്പള വർധന എന്നുള്ളതാണ്. ആ ശമ്പള വർധന മുൻകാല പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ആശമാർ ഇപ്പോൾ അവിടെ പ്രതിഷേധവുമായി എത്തുന്നു. അവിടെ വോട്ട് ചെയ്യരുത് എന്നൊരു പ്രതികരണവുമായി എത്തുന്നു, വീടുകൾ കയറി ഇറങ്ങുന്നു. അപ്പോൾ ആശമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാർ, ആശമാർക്ക് കൊടുക്കാവുന്ന ചെറിയ വർധന പോലും ചെയ്തു കൊടുക്കാത്ത സർക്കാർ ഇതാ PR ടീമിന് ശമ്പളം കൊടുത്തിരിക്കുന്നു എന്നുള്ള വിഷയം കൂടി അവർ അവിടെ ഉന്നയിക്കുമെന്നുള്ള കാര്യം
കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ആശമാർ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ എന്ന് സ്വരാജിനോട് ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉണ്ട്, ആശമാർ നേരത്തെ ഉണ്ടല്ലോ, എന്നെ പിന്തുണച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ഇവിടെ ആശമാർ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പുറത്ത് സമരം ചെയ്യുന്ന ആശമാരുടെ എണ്ണത്തെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത്. എണ്ണം തുലവും തുച്ഛമാണല്ലോ, തുലവും തുച്ഛമായ എണ്ണത്തിൽ കുറവുള്ള ആശമാരുടെ സമരത്തെ എന്തിനു നോക്കണം, അതിനോട് എന്തിനു പ്രതികരിക്കണം? അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ശബ്ദത്തിന് മാത്രമേ അംഗീകാരമുള്ളൂ, ഭൂരിപക്ഷം പ്രതികരിച്ചാൽ മാത്രമേ അതിന് മറുപടിയുള്ളൂ, ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യങ്ങളെ അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. അപ്പുറത്ത് 1 ആയാലും 2 ആയാലും 3 ആയാലും ചെറിയ സംഖ്യയിൽ ഉള്ള ആളുകളായാലും അവർ ചെയ്യുന്ന സമരം, അവരുടെ സമരത്തിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ആ സമരം എന്നുള്ളത് 1, 2, 3 ദിവസമല്ല, എത്ര മാസങ്ങളായി നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്, മഴയും വെയിലും കൊണ്ടുകൊണ്ടാണ് അവരുടെ സമരം എന്നുള്ളത്, ഈ നാടിലൂടെ നടന്നുകൊണ്ടാണ് അവരുടെ സമരം എന്നുള്ളത് കാണാതെ പോകാൻ പറ്റില്ല. അപ്പോൾ അതൊരു വിഷയമാകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം വിചാരിക്കുന്നത്. ആശമാർ ആ രൂപത്തിൽ അതിൽ പ്രതികരിക്കുകയും ചെയ്യും. നമുക്കറിയില്ല, സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിന് നല്ല ആത്മവിശ്വാസം എന്നുള്ളത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടപ്പാക്കി എന്നുള്ളത് അത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിന് അവിടെ വോട്ടാകുന്ന ഓരോ വിഷയവും ഒഴിവാക്കാതെ പറയുന്നുണ്ട്. ഇന്ന് രാവിലെ പോലും ഇസ്രയേലിലെ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നത് നിലമ്പൂരിൽ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ അതേ കാര്യത്തിൽ തന്നെ ലീഗിനോടും ചോദ്യമുണ്ടായി. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്, അല്ലാതെ പറഞ്ഞല്ല, മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് തന്നെയാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ലീഗ് അധ്യക്ഷനും പാണക്കാട് തങ്ങളും പറയുന്ന ഒരു കാര്യമാണ്, പലസ്തീൻ കോസ് ഇവിടെ മുറുകെ പിടിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് നേരത്തെ നിലപാടുള്ളതാണെന്ന് പറയുന്നത് ഇപ്പോൾ CPM-ന്റെ മാത്രം നിലപാടല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അന്താരാഷ്ട്ര വിഷയങ്ങളും ഇപ്പോൾ നടക്കുന്ന, ഏറ്റവും ഒടുവിൽ നടക്കുന്ന ഇറാന് നേർക്കുള്ള ഇസ്രയേലിന്റെ ആക്രമണം അടക്കം നിലമ്പൂരിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വോട്ടാവുക എന്നറിയില്ല. അവിടെ നമുക്ക് അറിയാത്തൊരു നിശബ്ദ തരംഗമുണ്ടോ എന്ന് കൂടി സംശയിക്കേണ്ടിരിക്കും. നമ്മൾ ഈ പുറത്തേക്ക് ചർച്ച ചെയ്യുന്നതാണോ, നേതാക്കൾ പുറത്തേക്ക് പറയുന്നതാണോ, അതാണോ യഥാർത്ഥത്തിൽ അവിടെ ജനങ്ങളുടെ വിഷയമായിരിക്കുന്നത്? ഇതിനിടയ്ക്ക് തന്നെ നേതാക്കളെ ഈ പുറത്തൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ആ ബൈറ്റുകളൊക്കെ എടുക്കും, പക്ഷേ വീടുകൾ തോറും അതല്ലാതെ നല്ല വർക്ക് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും. അപ്പോൾ ഏതാണ് വിജയിക്കാൻ നമുക്ക് കണ്ടുനോക്കാം. ഏതായാലും നല്ലോണം മുറുകുന്നു. നാളെ ഇനി പ്രിയങ്ക ഗാന്ധി വരാൻ പോകുന്നു, ഞായറാഴ്ച മഹുവ മൊയ്ത്ര വരുമെന്നൊക്കെ പറയുന്നു. പക്ഷേ മഹുവ മൊയ്ത്രയുടെ മണ്ഡലത്തിലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതാണ് കേട്ടത്. മഹുവ മൊയ്ത്ര വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ യൂസഫ് പട്ടാൻ വരുമെന്ന് പറയുന്നു. വന്നാൽ ഉറപ്പിക്കാം യൂസഫ് പട്ടാൻ വന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ഒരു കൗതുകം അവിടെ ഉണ്ടാകും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്ന ദിവസങ്ങളാണ് ഇനി. നമുക്കൊരു നിലമ്പൂരിൽ പോര് മുറുകുന്നോ എന്നാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ, ഇപ്പോൾ ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കനത്ത മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകം തന്നെ ബൂത്ത് തോറും വീട് തോറും വലിയ പ്രചരണം നടക്കുന്നു. മുഖ്യമന്ത്രി എത്തി. ഇനി 15-ാം തീയതി പ്രിയങ്ക ഗാന്ധി കൂടി എത്തും. ഇന്നാണ് എത്തേണ്ടിയിരുന്നത്. പക്ഷേ അപകടത്തെ തുടർന്ന്, വിമാനാപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതാണ്. PV അൻവറിന് വേണ്ടി നാളെ യൂസഫ് പത്താൻ അടക്കമുള്ളവരും 15-ാം തീയതി രംഗത്ത് വരികയാണ്. പോര് മുറുകുകയാണ്. തീർച്ചയായിട്ടും പോര് മുറുകയാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ ഒരു കാര്യങ്ങളും ചർച്ചയാകുന്നില്ല എന്നാണ്. അവിടെ വർഗീയതയും യുദ്ധവും ഒക്കെയാണ് ചർച്ചയാകുന്നത്. അതൊക്കെ എത്ര ശതമാനം വരെ ജനങ്ങളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിനകത്ത് സംശയമുണ്ട്. ചിലപ്പോൾ വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആ പറയുന്ന ചർച്ചകൾ പുറം ലോകത്തേക്ക് ആ രീതിയിലുള്ള ചർച്ച എത്താതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നേതാക്കന്മാർ ആ ശൈലിയിൽ കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ വന്യമൃഗ ശല്യമൊക്കെ വളരെ രീതിയിൽ അവിടെ ചർച്ചയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അവിടെ ഒരു 2 ദിവസത്തേക്ക് അപ്പുറം അവിടുത്തെ വന്യമൃഗ ശല്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജ്യോതികുമാർ ചാമക്കാരയുടെ സമരത്തോട് കൂടിയിട്ട് അത് പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ചർച്ചയും കാണുന്നില്ല. 2-3 ദിവസമായിട്ട് ചർച്ചകൾ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ വർഗീയത പറഞ്ഞ് എത്ര ശതമാനം മുന്നോട്ട് പോകാൻ പറ്റും, വർഗീയ വോട്ടുകൾ പ്രധാനപ്പെട്ട ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, ഏത് രീതിയിൽ പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ അവിടെ മുന്നണികൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പത്രക്കാരെയും ചാനലുകാരെയും എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും ഓരോ വീടുകൾ കയറി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്ന ശൈലിയിലാണ് എന്നുള്ളത് തോന്നുന്നു. ഞാൻ തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു നേതാക്കന്മാരെയും കാണുന്നത് എല്ലാവരും ഗ്രഹസമ്പർക്കത്തിലാണ്. എല്ലാവരും വീടുകൾ കയറി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു പോവുകയാണ്. ഇപ്പം 3 ദിവസമാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിൽ. കാരണം നമ്മളൊരു സാധാരണ ഒന്ന് ആലോചിച്ചാൽ മതി. സാധാരണ അങ്ങനെ ഒരു 3 ദിവസം ഒരു മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പോവുക എന്നൊക്കെ പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല എന്നുള്ളതാണ്. ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, ഈ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, ആരെ സംബന്ധിച്ചിടത്തോളം എത്ര വോട്ട് ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. ഇപ്പം UDF-ൻ്റെ നേതാക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ നമ്മളോട് തന്നെ ചോദിക്കുകയാണ്, ഏകദേശം എത്ര വോട്ട് അൻവറിന് കിട്ടും, എത്ര വോട്ട് UDF-ന് കിട്ടും. കാരണം അവരവിടെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയില്ല എന്നുള്ളതാണ്.
അൻവറൊക്കെ എത്ര വോട്ട് പിടിക്കുന്നത് ആർക്കും അറിയുന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കില്ല, UDFൻ്റെ വോട്ട് പിടിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു. ഇപ്പം എന്ന് പറയുന്നത് കുറച്ച് ഭാഗം ഇടതുപക്ഷത്തിൻ്റെയും പിടിക്കാൻ സാധ്യതയുണ്ട്, കുറച്ച് ഭാഗം UDFൻ്റെയും പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അൻവറിനെതിരെയുള്ള അറ്റാക്കുകൾ കൂടുകയും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ഇപ്പോൾ ആ ഒരു കാര്യത്തിലൊരു ഐക്യം ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞു തുടങ്ങി എന്ത് LDFും UDFും തമ്മിലാണ് മത്സരം എന്നുള്ളത് പറഞ്ഞു തുടങ്ങി. മറ്റതെന്ന് പറയുന്നത് വിജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ശൈലിക്കായിരുന്നു കൊണ്ടിരുന്നത്. അപ്പോൾ എത്ര വോട്ട് ആര് പിടിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതായിരിക്കുന്നു അവിടെയുള്ള പിന്നെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വലിയ രീതിയിൽ അവിടെ പുറം ജില്ലകളിൽ നിന്നും പുറം മണ്ഡലങ്ങളിൽ നിന്നും ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവരുടെ വലിയ രീതിയിലുള്ള അവിടുത്തെ സാധാരണ ജനങ്ങളെക്കാളെ കൂടുതൽ ആൾക്കാർ നമ്മൾ ഓരോ റാലി ഞാൻ എടുത്തു നോക്കുക, ഓരോ ഗ്രഹസമ്പർക്കത്തിൻ്റെ ടീം എടുത്ത് നോക്കുക, 1-2 ആൾക്കാരെ ആ മണ്ഡലത്തിലുള്ളവരുള്ളൂ. ബാക്കിയുള്ളവർ മുഴുവൻ പുറം നേതാക്കന്മാരും MLA-മാരും എല്ലാ MP-മാരും അവിടെയാണ്. 140 MLA-മാരുണ്ടെങ്കിൽ 2 പാർട്ടിയുടെ 140 MLA-മാരിലും ബഹുഭൂരിപക്ഷം അവിടെയാണ്. ബഹുഭൂരിപക്ഷം MP-മാർ അവിടെയാണ്, രാജ്യസഭാ MP-മാർ അവിടെയാണ്. അപ്പോൾ ഇത്രയും ചെറിയൊരു ആകെ 7 പഞ്ചായത്തല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോ വീട്ടിൽ കയറാൻ മാത്രം ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നത് എന്താ കേൾക്കേണ്ടത് എന്താ കേൾക്കേണ്ടാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. വന്യമൃഗശല്യം അവിടെ വലിയ പ്രശ്നമാണ്. അവർ കാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രശ്നമാണ്. റോഡുമായി ബന്ധപ്പെട്ട ഈ നമ്മുടെ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യം അവർക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ അവിടെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അവിടെ 2 ദിവസം നടക്കാൻ പോകുന്ന സംവിധാനം എന്ന് പറയുന്നത് വലിയ വാർത്തകൾക്ക് പിന്നെ നേതാക്കന്മാർ ബൈറ്റ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി അങ്ങോട്ട് നാളെയും മറ്റന്നാളൊക്കെ നടക്കാൻ പോകുന്നതാണ്. ഇനി പിന്നെ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലൊക്കെ ആയിരിക്കും ബൈറ്റ് വരാൻ പോകുന്നത്, വർഗീയ വിഷയങ്ങളിലായിരിക്കും ബൈറ്റ് വരാൻ പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ അവിടെ ഒരു ബൈറ്റും വരാൻ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ലെവലിലേക്ക് ചർച്ച കൊണ്ടുപോകും എന്നുള്ളത്. ഞാനിപ്പോൾ നാളെ രാവിലെ നാളെ മുഖ്യമന്ത്രിയുണ്ട്, മറ്റന്നാൾ മുഖ്യമന്ത്രിയുണ്ട്, മറ്റന്നാൾ പ്രിയങ്കാ ഗാന്ധി വരുന്നു, യൂസഫ് പത്താൻ വരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നിട്ടും പറയാൻ പോകുന്നത് ചിലപ്പം യൂസഫ് പത്താനൊക്കെ വന്നത് ചിലപ്പോൾ അവിടുത്തെ കാര്യം അൻവർ പറഞ്ഞു കൊടുത്തിട്ട് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ വലിയ നേതാക്കന്മാരും വന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് രാഷ്ട്രീയ നേതാവല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ റാലിയൊക്കെ ആയിരിക്കും. അതായിരിക്കും. അപ്പം അതേ ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. ഇവരാരും വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം എന്നെ അതിശയപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പ്രകടനം എന്നുള്ളതാണ്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും പോയി ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുള്ളത്. അപ്പം VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ വലുതാണ്. ഈ ഇലക്ഷൻ പിന്നെ വിജയപരാജയം ബുദ്ധിമുട്ടിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സ്വരാജിനെയോ ഷൗക്കത്തിനെ അല്ല, അല്ലെങ്കിൽ അൻവറിനെ അല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ ജയിച്ചു തോറ്റു എന്നുള്ളതാണ്. അങ്ങനെയല്ല ശരിക്കും ഈ ഇലക്ഷനെ കാണേണ്ടത്. ഈ ഇലക്ഷനെ കാണുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകുന്ന ദോഷം വലുതായിരിക്കും. അതിനേക്കാളും അപ്പുറമായിരിക്കും VD സതീശൻ. VD സതീശൻ ഈ ഇലക്ഷൻ എങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിൽ VD സതീശന് പിന്നെ ആ സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ പറ്റില്ല. കാരണം 2 വർഷങ്ങളാണ് ഒന്ന് ഈ അൻവറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനെ പോലത്തെ അൻവർ UDFൻ്റെ ഭാഗമല്ലാതെ തീർന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വർഗീയ നമ്മുടെ ഈ പിന്നെ ഇവരുമായി ബന്ധപ്പെട്ട ഈ നമ്മുടെ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് സതീശൻ നടത്തിയിട്ടുള്ള പിന്നെ വാക്കുകൾ എന്നുള്ളത്. അപ്പോൾ അത് രണ്ടും ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള സതീശനെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമാണ്. BJP സംബന്ധിച്ച് പിന്നെ നോക്കേണ്ട കാര്യമില്ല. അവർ പിന്നെ സ്ഥാനാർത്ഥി വെക്കാതിരുന്ന ആൾക്കാർക്ക് എത്ര വോട്ട് കിട്ടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം നോക്കിയാൽ മതി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ മുന്നണിയിൽ പരാജയപ്പെടുന്നുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ കാര്യങ്ങൾ ജനങ്ങൾ ഇപ്പോൾ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഏത് ശൈലിയിൽ എങ്ങനെയൊക്കെ വോട്ട് പോകുന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. പിന്നെ ലീഗിനെ ഇപ്പോൾ മുന്നിൽ നിർത്തി ലീഗിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ കയ്യിൽ കിട്ടാതിരുന്ന വോട്ടുകളെ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്ര ശതമാനം അടിത്തട്ടിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ലീഗിന് നല്ല കാര്യത്തിൽ ഈ കാര്യത്തിൻ്റെ ബോധ്യമുണ്ട്. എന്താണ് 2026 ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ഈ ഇലക്ഷൻ ജയിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ലീഗിന് ആ മുന്നണിയിൽ നിൽക്കുന്നത് വരെ വെല്ലുവിളിയാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഇലക്ഷനിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സതീശൻ്റെ പരാമർശം പോയി പെട്ടിരിക്കുന്നത് ശരിക്കും ലീഗിനാണ് ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. ലീഗിനൊക്കെ ശരിക്കും ഒഴിഞ്ഞു മാറാനും പറ്റുന്നില്ല, മറുപടി പറയാനും പറ്റുന്നില്ല. ഇപ്പം ഇന്നലെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇങ്ങനെ പോട്ടെ, എങ്ങനെയാണ് ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഇപ്പം തങ്ങളുടെ പത്രസമ്മേളനത്തിനകത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ വിവാദമാകുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ആ കാര്യത്തിൻ്റെ ഉത്തരങ്ങളെല്ലാം അവർ പിന്നീട് LDFന് വോട്ട് ചെയ്തു. അതല്ലല്ലോ വിഷയം. ഈ വലിയ പാർട്ടിയുടെ വോട്ട് വേണോ വേണ്ടയോ എന്നുള്ളതാണ് വിഷയം. അതിനൊക്കെ മറുപടി പറയാൻ ലീഗിന് പറ്റുന്നില്ല എന്നുള്ളത്. മുൻപാണെങ്കിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് കൃത്യമായി മറുപടി ലീഗ് കൊടുക്കുമെന്നുള്ളതാണ്. അത് മുന്നേ ഇപ്പം പിന്നെ കത്തോലിക്ക കോൺഗ്രസ് കറക്റ്റായിട്ടുള്ള മറുപടി പറയുന്നുണ്ടല്ലോ.
പിന്നെ അവർക്ക് ഒന്നിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ക്രിസ്ത്യ സഭയുടെ ഭാഗമായി നിൽക്കുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ്. കറക്റ്റായി മറുപടി പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാം പറയും. അപ്പം ഈ 2 ദിവസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നണികൾ എങ്ങനെയും കടന്നു കൂടിയാൽ മതി, എങ്ങനെയും കടന്നു കിട്ടിയാൽ മതി എന്നുള്ള 2 ദിവസമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമൊന്നും ഈ ഇലക്ഷനെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. വോട്ട് ചെയ്ത് തിരിച്ചു വരാം എന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കാലത്ത്. ഇതിൽ പോര് മുറുകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പോര് മുറുകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെ മണ്ഡലത്തിൽ ജനകീയമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനാണ് ആദ്യഘട്ടത്തിൽ തീരുമാനിക്കുന്നതെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ ആദ്യത്തെ ക്യാമ്പയിനോടുകൂടി പ്രസംഗം മലപ്പുറത്തേക്ക് പോകുന്നു. പെൻഷൻ കൈക്കൂലിയാണ്, പെൻഷൻ്റെ കുടിശ്ശിക കൈക്കൂലിയാണ് എന്ന മട്ടിലുള്ള പ്രചരണം നടക്കുന്നു. അത് കുറേ കാലം വലിയ ചർച്ചാ വിഷയമായി മാറുന്നു. വലിയ രീതിയിലുള്ള പ്രചരണം 2 ഭാഗത്തും ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് അതിൻ്റെ വിഷയം മാറുന്നു, മലപ്പുറത്തേക്ക് വരുന്നു. മലപ്പുറം വിഷയം വളരെ പെട്ടെന്ന് വഴി മാറുന്നു. അത് പിന്നീട് KSEBയിൽ നിന്ന് കറണ്ട് മോഷ്ടിച്ച വിഷയത്തിലേക്കും ആ കുട്ടി മരിച്ച വിഷയത്തിലേക്കും അനന്തുവിൻ്റെ മരണത്തിലേക്കും വരുന്നു. പക്ഷേ അവിടെയും യഥാർത്ഥ പ്രശ്നമായ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതും ആ രീതിയിൽ ഒരു പൊളിറ്റിക്കലായ ചർച്ച വരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ജമാഅത്തെ ഇസ്ലാമി കൂടുതൽ ചർച്ചയായിട്ട് വരികയും വർഗീയത പറഞ്ഞ് വോട്ട് തേടുന്നത് ആര് എന്ന ഒരു ആഖ്യാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. 5 ദിവസം കൂടിയുള്ളൂ. മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒട്ടേറെ വിഷയങ്ങൾ അവിടെയുണ്ട്. ജനകീയ വിഷയങ്ങളും വികസന വിഷയങ്ങളും മണ്ഡലത്തിൽ ചർച്ച ചെയ്താൽ അത് ആർക്കാണ് ഗുണകരമാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ മുമ്പിൽ ലിസ്റ്റുകളുണ്ടല്ലോ. ഞാൻ ഈ 1-2 വിഷയങ്ങൾ മാത്രം പറയാം. അതിൽ ആദ്യത്തേത്, ജനകീയ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുള്ള ക്ലെയിമുകളുണ്ട്. അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം പ്രതിരോധിക്കാൻ പോകുന്നത് എന്നതാണ് എനിക്കറിയേണ്ടത്. ഞാൻ 1-2 എക്സാമ്പിൾ മാത്രം പറയാം. ഒന്ന്, ഈ LDF സർക്കാരിന് കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിനും 1ാം പിണറായി സർക്കാരിനും ഭരണ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പിണറായിസം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പിണറായിസം എന്ന വാക്ക് PV Anwar അല്ലാതെ മറ്റാരും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമില്ല. പിണറായിസം എന്ന വാക്ക് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല ആ അർത്ഥത്തിൽ. കാരണം എന്താ? തിരിച്ചൊരു ക്യാമ്പയിൻ വന്നു. പിണറായിസം എന്ന് പറയുന്നത് വികസനത്തിൻ്റെ പേരാണെങ്കിൽ അത് ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടും. എന്താ? നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരമാകുമോ? 2022 സുസ്ഥിര വികസന സൂചികയിൽ 2023 ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമായും കേരളം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ലാതെയാണോ? ഇന്ന് VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു. അങ്ങനെ സർക്കാരില്ലാത്ത ഒരു സംസ്ഥാനത്തിനാണോ 2022 സുസ്ഥിര വികസന സൂചികയിലും 2023 ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായും നീതി ആയോഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അങ്ങനെ സർക്കാരില്ലാത്തൊരു സംസ്ഥാനമാണോ 2021 ദേശീയ ഗവേണൻസ് അവാർഡ് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ അഴിമതി വിമുക്ത സേവനത്തിനുള്ള പുരസ്കാരം നൽകിയിരിക്കുന്നത്? പബ്ലിക് അഫയേഴ്സ് സെന്റർ പ്രസിദ്ധീകരിച്ച മികച്ച ഭരണം നടത്തുന്ന സംസ്ഥാന സൂചികയിൽ 1ാമത് വന്ന സംസ്ഥാനത്ത് സർക്കാരേ ഇല്ല എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അപ്പോൾ വസ്തുത ഒരു വശത്ത് നിൽക്കുന്നു, രാഷ്ട്രീയ ആരോപണം മറുവശത്ത് നിൽക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ വിദ്യാഭ്യാസ അവസരത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിലും സൗകര്യത്തിലും മികച്ച സംസ്ഥാനമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തിരഞ്ഞെടുത്തു. കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യമന്ത്രൻ പുരസ്കാരം നേടിയ സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ്. ഇത് സർക്കാരില്ലാത്തൊരു കേരളമാണോ ഈ പുരസ്കാരം നേടിയതെന്ന് പറയണം. നമ്മൾ സർക്കാരില്ലാതെ വളരെ അനാർക്കിക്കായി തീർന്നൊരു സംസ്ഥാനത്തിന് നേടിയ നേട്ടമാണോ എന്നുള്ളതാണ്. 2021 കേന്ദ്ര സർക്കാരിൻ്റെ വയോശ്രേഷ്ഠ പുരസ്കാരം, അങ്ങനെ ലിസ്റ്റ് വായിച്ചു പോയാൽ ഒരുപക്ഷെ ഈ സമയം നമുക്ക് മതിയാവില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് വികസന പ്രശ്നങ്ങൾ മണ്ഡലത്തിൽ ചർച്ചയാവാത്തത്? വികസന പ്രശ്നങ്ങൾ ചർച്ചയായാൽ ഇതേപോലെയുള്ള ഇൻഡിക്കേറ്ററുകൾ വസ്തുതാപരമായി നമുക്ക് കാര്യങ്ങൾ സമർത്ഥിക്കേണ്ടി വരും. ആ വസ്തുതാപരമായ വിമർശനങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഇതെല്ലാം LDFന് അനുകൂലമാകുന്നൊരു സാഹചര്യമുണ്ടോ? അതുകൊണ്ടാണോ UDF വികസനത്തിൻ്റെ പേരിൽ അവിടെ ചർച്ചയാവാത്തത്? വേറൊരു അപകടകരമായ കാര്യമുണ്ട്. വികസനം മണ്ഡലത്തിൽ ചർച്ചയായാൽ മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചോദ്യം ഉന്നയിച്ചാൽ 2 പ്രശ്നങ്ങൾ അവിടെ വരും. ഒന്ന്, 34 വർഷം ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത MLA ആരായിരുന്നു? ആ MLA ഏതൊക്കെ മന്ത്രിസഭകളിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട്? ആ മന്ത്രിയായിരുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലത്തിലേക്ക് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. കാരണം അങ്ങനെ നേരിട്ട് കഴിഞ്ഞാൽ തൻ്റെ പിതാവ് എന്തു ചെയ്തു എന്നൊറ്റ ചോദ്യത്തിൽ അവിടെ ഇല്ലാതാവും. 34 വർഷമാണ്, 1ഉം 2ഉം അല്ല. അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിലാണ് ഇരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അതും ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ
മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് മാത്രമല്ല, വളരെ സ്വാധീനശേഷിയുള്ള മന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ ആ മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ അത് തിരിച്ചടിയാകുമെന്ന് UDF ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പറഞ്ഞുപോയൊരബദ്ധം VD സതീശന് തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നത്. നമുക്ക് ഈ നിമിഷം വരെയും VD സതീശൻ പറഞ്ഞ വാചകത്തെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും നേതാവ് വന്നിട്ടുണ്ടോ UDF-ലെ? എന്തായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്? നോക്കൂ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ഏത് മുന്നണിക്കും പിന്തുണ കൊടുക്കാനുള്ള അവകാശമുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് ആ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഏത് പാർട്ടിക്കും വോട്ട് കൊടുക്കാം. അത് കുറേ കാലം LDF-ന് അവർ പിന്തുണ കൊടുത്തിരുന്നു. LDF-ന് പിന്തുണ എന്ന് പറയുന്നത് പ്രാദേശിക അടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്ന പിന്തുണ പല ഘട്ടങ്ങളിലും കൊടുത്തിട്ടുണ്ട്. 2019 ശേഷം LDF-ൽ നിന്നുള്ള പിന്തുണ മാറി UDF-ന് കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തോടുമുള്ള വളരെ പ്രധാനപ്പെട്ട ക്ലാരിറ്റിയോടുകൂടി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളുമല്ലോ. ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം പ്രബോധനത്തിൽ നിന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടില്ല, ഹുക്കുമത്തെ ഇലാഹി എന്നുള്ളത് അവർ മാറ്റി എന്ന് പറയുമ്പോഴും സമാനമായ അർത്ഥം വരുന്ന ആശയം അവർ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ കണ്ടൻഷൻ. ഞാൻ അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, LDF-ന് കൊടുത്തുകൊണ്ടിരുന്ന നിലപാട് UDF-ന് കൊടുത്തു ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണല്ലോ നരേഷൻ. യഥാർത്ഥത്തിൽ അത് വസ്തുതയാണോ എന്ന് ഞാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. ഒന്ന്, 1985 51 രൂപം കൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. പക്ഷേ 87 ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തുന്നത്. 86 ഇലക്ഷൻ നടക്കുന്നില്ല. 87 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ 87 ഈ അന്ന് വെൽഫെയർ പാർട്ടിയില്ല, ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ആർക്ക് വോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏക സൂചന എന്ന് പറയുന്നത്. 1992 പുറത്തിറങ്ങിയ പ്രബോധനമാണ്. ആ പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമി 50-ാം വാർഷിക പതിപ്പിൻ്റെ പേജ് 30 പറയുന്നു, 1987 ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവരെടുത്തിരുന്ന നിലപാടാണ് മൂല്യബോധമുള്ള ടുക്കോട്ട് പ്രബോധനം. മൂല്യബോധമുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകുകയെന്ന ജമാഅത്തിൻ്റെ നിലപാട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ടു. പേജ് നമ്പർ 30. മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് ജമാഅത്തെ വോട്ട് നൽകുകയുണ്ടായില്ല എന്നുള്ളതാണ്. അതായത് ജമാഅത്തെ തുറന്നു പറയുന്നു, ഞങ്ങൾ ആദ്യമായി വോട്ടെടുപ്പിന് പോകുമ്പോൾ ആ വോട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറയുന്നു. അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നു. അപ്പോൾ 1987 ജമാഅത്തെ ഇസ്ലാമി ആർക്കായിരിക്കും വോട്ട് കൊടുത്തിട്ടുണ്ടാവുക? അത് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും വോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതല്ലെങ്കിൽ നോട്ടയ്ക്ക് കൂട്ടണം. അന്ന് നോട്ടയില്ല. അന്ന് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിർത്തിയിട്ടുമില്ല. അപ്പോൾ അന്ന് വോട്ട് LDF-ന് കിട്ടിയില്ല എന്നുള്ളത് വ്യക്തമാണ് പ്രബോധനത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ. അത് എന്നുവരെ തുടർന്നു? 1991 വരെ LDF-ന് ആ പിന്തുണ കിട്ടിയിട്ടേ ഇല്ല. ഒരു തരത്തിലുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടി. സ്ഥാനാർത്ഥി മൂല്യമായിരുന്നു അവരുടെ ആശയം. 92 എന്താ സംഭവിച്ചത്? നരസിംഹറാവുവിൻ്റെ സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കുന്നു. നിരോധിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഇലക്ഷനിൽ 96 കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അന്ന് കോൺഗ്രസിനെതിരായി നെഗറ്റീവ് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നൊരു ജമാഅത്തെ. അന്ന് നെഗറ്റീവ് വോട്ടിൻ്റെ ഭാഗമായി ഒന്ന്, അവർ നിർത്തുന്ന ഇടങ്ങളിൽ അവർക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥി മൂല്യം നോക്കി ഇടതുമുന്നണിയിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു. LDF ഏതെങ്കിലും തരത്തിൽ ജമാഅത്തയുടെ വോട്ട് തേടി പോകുന്നതല്ല നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതിലാണ് രണ്ടാമത്തെ കോണ്ടെക്സ്റ്റ്. ഇനി ഇതുകൊണ്ടും തീരുന്നില്ല. അതിനുശേഷം പിന്നീട് മാറിയും മറിഞ്ഞും രണ്ട് മുന്നണികളെയും പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണയ്ക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിരുന്നു എന്നതാണ് വ്യക്തം. പല പഞ്ചായത്തുകളിലും 2015 പല തദ്ദേശ സ്ഥാപനങ്ങളിലും LDF-ലെ സ്ഥാനാർത്ഥികളെ, അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 23ഓളം പഞ്ചായത്തുകളിൽ LDF-ന്റെ പിന്തുണ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. വഴിക്കടവിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി ഞാൻ വരുത്താം. നരോക്കാവിൽ പിന്തുണ LDF-നായിരുന്നില്ല എന്ന് അവിടുത്തെ ചില പ്രവർത്തകർ എനിക്ക് ചില മെസ്സേജുകളും ചില കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാർഡിൽ LDF-ന് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ജമാഅത്തെ വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. വെൽഫെയർ പാർട്ടി ജയിച്ചു. അവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെയാണ് വഴിക്കടവ് LDF ഭരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്മൃതി പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ എൻഡോഴ്സ് ചെയ്യാണ് ചെയ്തത്. അവിടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ LDF-ന് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടി ഞാൻ തിരുത്തുന്നു ഈ ഘട്ടത്തിൽ. അപ്പോൾ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. അന്നും ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആ രാഷ്ട്രീയ നിലപാടിൽ തന്നെ അവർ നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ഹുക്കുമത്തെ ഇലാഹിയിലേക്കൊന്നും പോകണ്ട. ഈ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മാറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം നൽകണം. ജമാഅത്തെ ഇസ്ലാമിക്ക് RSS-ഉമായിട്ട് എന്തായിരുന്നു ബന്ധം? അതെങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ
മാറ്റി നിലപാട് മാറ്റിയെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരാ പറഞ്ഞത്? മുജീബ് റഹ്മാൻ പറഞ്ഞു. മുജീബ് റഹ്മാൻ അമീർ നമ്മളോട് പറഞ്ഞു, നമ്മുടെ ക്യാമറയിൽ പറഞ്ഞു. പക്ഷേ തൊട്ട് അപ്പുറത്ത് മറ്റു പ്രസംഗം കിടപ്പുണ്ട്. ആരെയാണ്? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ പ്രസംഗം കിടക്കുന്നുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശൂറാംഗമാണല്ലോ. അദ്ദേഹം തന്നെയാണല്ലോ പറയുന്നത് ആരാധനാലയങ്ങൾ, ഇസ്ലാം ആരാധന പൂർണ്ണമായിട്ടും ശരിയായി വരണമെങ്കിൽ ഇസ്ലാമിക ഭരണവ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുന്നിലുണ്ട്. ഇനി അതൊന്നും വേണ്ട. RSSുമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം എന്താ? ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്ന 2011 ഏപ്രിൽ മാസം 18-ാം തീയതി ഡൽഹിയിലെ മൗലങ്കർ ഹാളിൽ അന്ന് മറ്റു ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആളുകളെ ക്ഷണിച്ചിരുന്നോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അന്ന് ഒരേ ഒരു പാർട്ടിയിലെ അംഗം മാത്രമാണ് 2011 ഏപ്രിൽ മാസം 18-ാം തീയതി ഡൽഹിയിലെ മൗലങ്കർ ഹാളിൽ ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്ന സമയത്തെത്തിയത്. ആ പാർട്ടിയുടെ പേര് BJP. ആ പാർട്ടിയിൽ നിന്ന് എത്തിയ അംഗത്തിൻ്റെ പേര് ഡോക്ടർ JK ജെയിൻ. ഡോക്ടർ JK ജെയിൻ ആയിരുന്നു BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ ഡോക്ടർ JK ജെയിൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് 1 വർഷം മുമ്പാണ് UPA സർക്കാർ അന്ന് രാംലീല മൈതാനത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമി ഒരു റാലിക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ, ഗരീബ് ഹട്ടാവോ റാലി എന്ന റാലിക്ക് അനുവാദം കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ UPA സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന നേതാവിൻ്റെ പേര് BJPയിലെ ഡോക്ടർ JK ജെയിൻ. ആ ഡോക്ടർ JK ജെയിനാണ് വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണത്തിൽ ആകെ ഈ മൗലങ്കർ ഹാളിൽ ഉണ്ടായിരുന്ന വെൽഫെയർ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തനായ ഒരേ ഒരു പാർട്ടി അംഗം. എന്തുകൊണ്ടാണ് BJP നേതാവിന് മതരാഷ്ട്രവാദ സിദ്ധാന്തം പുൽകുന്നു എന്ന് BJP നേതാക്കൾ തന്നെ ആരോപിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ലോഞ്ചിങ്ങിൽ പങ്കെടുത്ത് ആശംസ അറിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം മറുപടി പറയണമല്ലോ സ്വാഭാവികമായും. ഈ ബന്ധം അവിടെയുണ്ട്. അപ്പോൾ ഒരിടത്ത് ഒരു ന്യൂനപക്ഷ മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മതരാഷ്ട്രവാദം പറയുന്ന ഒരു വിഭാഗം, മറ്റൊരിടത്ത് ഭൂരിപക്ഷ മത രാഷ്ട്രവാദം പറയുന്ന മറ്റൊരു വിഭാഗം. ഇവർ തമ്മിൽ ചേരേണ്ടത് ചേരും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ആ വസ്തുതയൊന്നും നമുക്ക് നിരാകരിക്കാൻ കഴിയില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ നമ്മുടെ കാലിക്കറ്റിൽ എയർപോർട്ടിലേക്ക് വഖഫ് നിയമവിരുദ്ധ സമരം നടന്നല്ലോ. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സോളിഡാരിറ്റി വിങ് അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിച്ച സയ്യിദ് ഖുത്ബുദ്ദീൻ്റെ പതാക നമ്മൾ കണ്ടതല്ലേ? ഈ സയ്യിദ് ഖുത്ബുദ്ദീൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചതിനെ UDF അംഗീകരിക്കുന്നുണ്ടോ? ലീഗ് അംഗീകരിക്കുന്നുണ്ടോ? മുസ്ലിം ബ്രദർഹുഡിൻ്റെ താത്വിക ആചാര്യൻ, അതും ആരാണ് ഇയാൾ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം മതേതര ചേരിക്ക് വേണ്ടി നിലകൊണ്ട, ചേരിചേരാ നയങ്ങളുടെ ഭാഗമായി നിലയുറപ്പിച്ച അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസറിനെ വധിച്ചു എന്നതിൻ്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ട ഒരു നേതാവിനെ, ആ നേതാവ് ഒരു മത തീവ്രവാദി എന്ന് മുദ്രകുത്തപ്പെട്ട ഒരു നേതാവിൻ്റെ പടം വെച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത സംഘടനയെ എങ്ങനെയാണ് നിലപാട് മാറി എന്ന് പറയാൻ കഴിയുക എന്ന വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അതുകൊണ്ടാണ് ലീഗ് പോലും VD സതീശൻ്റെ ആ പ്രസ്താവനയിൽ കുരുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇതൊക്കെ വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉന്നയിക്കപ്പെടും, വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും, വിയോജിപ്പുകൾ ഉണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചർച്ചയാവും. ഏതെങ്കിലും തരത്തിൽ പച്ച വർഗീയത പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മണ്ഡലമേ അല്ല നിലമ്പൂർ എന്നുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടത്ര യുക്തിഭദ്രമായി വിധി എഴുതാനുള്ള ശേഷിയുണ്ട്. 2009 ശേഷമുള്ള നിലമ്പൂർ മണ്ഡലം 2009 മുമ്പുള്ള നിലമ്പൂർ മണ്ഡലമേ അല്ല. ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം തന്നെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ നമ്മളും കൗതുകത്തോടു കൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. പോര് മുറുകുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരു മിനിറ്റ്, എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ക്ലാരിറ്റി വരുത്തണം. ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ വഴിക്കടവ് പഞ്ചായത്തിൽ ഇപ്പോഴല്ല, മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാരോക്കാവ് വാർഡിൽ അവിടെ വെൽഫെയർ പാർട്ടിക്ക് ഒരു സീറ്റുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അവിടെ നാരോക്കാവ് വാർഡിൽ വെൽഫെയർ പാർട്ടിയുടെ കൂടി പിന്തുണയോടെയാണ് അന്ന് LDF അവിടെ ഭരിച്ചിരുന്നത്. നമ്മുടെ പ്രതിനിധികൾ തന്നെ തരുന്ന വിവരങ്ങളാണ്. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. അവിടെ നാരോക്കാവ് വാർഡിൽ LDF വെൽഫെയറിന്റെ പാർട്ടിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അവരുടെ കൂടി പിന്തുണയോടെയാണ് അന്ന് ഭരിച്ചത് എന്നുള്ളത് നമ്മുടെ പ്രതിനിധികൾ തന്നെ തരുന്ന വിവരങ്ങളാണ്, മറ്റെവിടെ നിന്നും എടുത്ത വിവരങ്ങളല്ല. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, ഈ വിഷയത്തിൽ വിജയരാഘവനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി കൗതുകകരമാണ്. കാരണം നാരോക്കാവ് വാർഡ് എന്നൊരു വാർഡില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു വാർഡേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി താങ്കൾ പറഞ്ഞ പോലെ 96 ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയാണ് പിന്തുണച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞല്ലോ, നരസിംഹറാവു സർക്കാരിനെ പിന്തുണയ്ക്കാൻ പറ്റാത്ത സാഹചര്യം. ശരി, അപ്പോൾ എന്താണ് അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ എന്താണ് ചെയ്യുന്നത്? പിന്തുണ LDFന് നൽകുകയാണ് ചെയ്യുന്നത്. അവരുടെ സാഹചര്യത്തിൽ അവർ പിന്തുണ നൽകുന്നു. ഇവിടെയും അവരുടെ സാഹചര്യത്തിലാണ് അവർ പിന്തുണ.
വിയോജിപ്പില്ല അല്ല, സ്മൃതി. അല്ല പിന്നെ എന്താണ് വ്യത്യാസം? എനിക്ക് ഒരു മിനിറ്റ് ഒരു പൂർത്തി- വിയോജിപ്പില്ല. ഞാൻ അല്ല, അതുകൊണ്ടാണ് അല്ല ബഹളം പറയുന്നത്. വെക്കണ്ട. ഞാൻ അല്ല, സ്മൃതി, എന്നെ ഞാൻ തെറ്റിദ്ധരിക്കല്ലേ? വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്തതിന്റെ വിഷയമേ അല്ല. അല്ല, ഞാൻ അത് ഒറ്റ വിഷയമേ ഉള്ളൂ. ഞാൻ ഒറ്റ വിഷയമേ ജമാഅത്തെ ഇസ്ലാമി അവരുടെ രാഷ്ട്രീയ നിലപാട് മാറ്റിയെന്ന് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ നേതാവ് അല്ല പറഞ്ഞിട്ടുണ്ട്? അതല്ല അത് വെച്ചല്ലോ ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്. അതുകൊണ്ട് ഇത്രയും point പറഞ്ഞത്. അല്ലല്ല ഒരു മിനിറ്റ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്ന LDF സ്ഥാനാർത്ഥിയെ വിജയിക്കുക, ഭാസ്കരൻ മാസ്റ്ററെ വിജയിപ്പിക്കുക. മുൻപുണ്ടായുള്ള തെരഞ്ഞെടുപ്പിലെ ചിത്രങ്ങളാണ്. കഴിഞ്ഞ ഇലക്ഷനിലെ LDF വെൽഫെയർ പാർട്ടിയുമായുള്ള അടുത്ത ബന്ധം. LDF സ്ഥാനാർത്ഥി CM മുസ്തഫയ്ക്ക് ചുറ്റികരുവാൾ നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. അത് പറയുന്ന വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കുന്നു എന്നുള്ളത്. ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ പല സ്ഥലങ്ങളിലായി കണ്ടിട്ടുള്ള കാര്യമാണ്. പലയിടത്തും ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഈ പറയുന്ന മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കാം എന്ന് LDF തീരുമാനിക്കുകയും അത് അവരുടെ തീരുമാനം മാറ്റി അവർ UDF-നെ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ അവർ വർഗീയ കക്ഷിയാണെന്ന രൂപത്തിൽ വീണ്ടും വാദം ഉന്നയിക്കുകയും ചെയ്യുന്നതിലെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത്. അത്രയേ ഞാൻ പറഞ്ഞു. ഇല്ല സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി ഞാൻ പറയാം. വെൽഫെയർ പാർട്ടിയോ ജമാഅത്തെ ഇസ്ലാമി ഏത് മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയമല്ല. അത് ആ മുന്നണിയുടെ വിഷയമാണ്. അത് ആ പാർട്ടി തീരുമാനിക്കുന്നു. ഞങ്ങൾ ഇന്ന് BJP വോട്ട് കൊടുക്കണം തീരുമാനിച്ചാൽ അവർ ആ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുന്നു. ആ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുമ്പോൾ BJP സ്ഥാനാർത്ഥി അങ്ങോട്ട് പോയി ആ വോട്ട് ചോദിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രശ്നം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണമെങ്കിൽ UDF ഞങ്ങളെ പരസ്യമായി അംഗീകരിക്കണം. ഇതാണ് പറഞ്ഞത്. എന്തിനാ നമ്മൾ കള്ളം പറയുന്നത്? കൊടി വെച്ചിട്ടുള്ള വാഹനം പ്രചാരണത്തിന് പോയിട്ടുണ്ട്. ഒരുമിച്ച് കൊടികൾ വെച്ചിട്ടുള്ള വാഹനം പ്രചാരണത്തിന് പോയിട്ടുണ്ട്. അതൊരുമിച്ചല്ലേ? ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന അവരുടെ നയം മാറ്റിയെന്ന് ഏതെങ്കിലും ഒരു മുഖ്യധാരയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ്, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ്, ഏതെങ്കിലും ഒരു മന്ത്രി ശരി പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമേ ഡോക്ടർ അരുൺ പറയാൻ പാടുള്ളൂ. ഡോക്ടർ അരുൺ ആകെ VD സതീശന്റെ പ്രസ്താവന മാത്രം ഒന്നുമല്ല 96 മുതലേ ചരിത്രം പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിലപാട് മാറ്റിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റിയിട്ടില്ല. ഹുക്കുമത്തെ ഇലാഹി മാറ്റി എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഹുക്കുമത്തെ ഇലാഹി എനിക്ക് മനസ്സിലാവുന്നേയില്ല. ആശയങ്ങൾ പിന്തുടരുന്ന കൊടികൾ ഒരേ വാഹനത്തിൽ കുത്തി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം രണ്ട് കൊടിയും ഒരു വണ്ടിയും ഒരുമിച്ച് കൈകോർത്ത് പ്രചാരണം നടത്തുന്ന ആൾക്കാര്, ആഹ്ലാദ പ്രകടനം നടത്തുന്ന ആൾക്കാര് അത് പുറത്തു പറയുന്നത് പറഞ്ഞത് എന്തൊരു നാടകീയ കാര്യങ്ങളാണ്. അങ്ങോട്ട് കുത്തി ചോദിച്ചേ പറഞ്ഞില്ല. അദ്ദേഹം ഞാൻ VD സതീശന്റെ വാചകം പറഞ്ഞെടുക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ഒന്നുമല്ല കഴിഞ്ഞ 3-4 അല്ലല്ല ആ വിഷയം തന്നെയാണ്. 3-4 ദിവസമായിട്ടുള്ള ചർച്ച VD സതീശൻ മാത്രമായിരുന്നില്ല. 3-4 ദിവസമായിട്ടുള്ള എന്റെ ചോദ്യം ഇതാണ്. VD സതീശൻ അല്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറി എന്ന് പരസ്യമായി അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, പരസ്യമായി പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ വിഷയം. എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാമിക്ക് ശുദ്ധീകരണ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ മതരാഷ്ട്രവാദം താങ്കൾ എടുത്തു നോക്കൂ. ഈ പിന്തുണ സ്വീകരിച്ചതിനെ കുറിച്ച് എങ്ങനെയാണ് സ്മൃതിക്ക് തന്നെ അറിയാമല്ലോ. സ്മൃതി തന്നെ പറയുന്നു VD സതീശൻ അല്ലാതെ മറ്റൊരു നേതാവും ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്തിനാണ്? ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ശരിയാണെന്നൊന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ക്ലിയർ ആക്കാം. ഇല്ല ഞാൻ യോജിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഒരേ കാര്യമല്ല. താങ്കൾ തുടക്കം മുതലേ ഈ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയ കഥ മുതൽ, അവർ മത്സരിക്കാൻ തുടങ്ങിയ കഥ മുതൽ, പാർട്ടികളുമായി സഖ്യമുണ്ടാക്കുന്ന കഥ പറയുന്നത് LDF-ഉമായുള്ള ചരിത്രത്തിൽ LDF-നെ പിന്നെ പഞ്ചായത്തിൽ നീക്കുപോക്കുകളൊക്കെ അങ്ങനെയല്ല സാർ. ഞാൻ ഉറപ്പിച്ചു തന്നെ പറയാം. ഇനി സ്മൃതിക്ക് അത് പറയുന്നില്ല. 23 പഞ്ചായത്തുകളിൽ മലപ്പുറത്തും 7-8 തദ്ദേശ സ്ഥാപനങ്ങളിൽ കോഴിക്കോടും മറ്റ് ചിലയിടങ്ങളിൽ 6-7 ഇടങ്ങളിലും ഈ ജമാഅത്തെ എന്ന് പറയുന്ന സംഘടന വെൽഫെയർ പാർട്ടി LDF-ന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പിന്തുണ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ട്. അത് വാസ്തവമാണ്. ഇനി അതുകൊണ്ട് മതിയായല്ലോ. അവരുടെ രാഷ്ട്രീയ നിലപാടിനെ പോറ്റിക്കൊണ്ട് 2010, 11, 12 ഒക്കെ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ ഇവിടെ പറയുമ്പോൾ താങ്കൾ ഉടനെ സ്മൃതി പരുത്തിക്കാട് പോലും VD സതീശൻ അംഗീകരിക്കുന്നില്ല. അല്ല പോലും എന്താണ്? അതൊരു ദുരർത്ഥമാണല്ലോ. പോലും പറയണ്ട.
പോലും പറയണ്ട. ദുരർത്ഥം പറയരുത്. ദുരർത്ഥം പറയരുത്. അത് ശരിയായ രീതിയല്ല. ശരിയായ രീതിയല്ല. ആവശ്യമില്ലാത്ത ഘട്ടത്തിലേക്ക് ഞാൻ സമ്മതിക്കില്ല. അത് താങ്കൾ അല്ലല്ല, താങ്കൾ പറഞ്ഞത് ശരിയല്ല. താങ്കൾ പറഞ്ഞത് ഇല്ലല്ല. താങ്കൾ പോലുവിന്റെ അർത്ഥം പറഞ്ഞിട്ട് തുറന്നാൽ മതി. പോലുവിന്റെ അർത്ഥം പറഞ്ഞിട്ട് തുറന്നാൽ മതി. വളരെ സിമ്പിൾ ആണ് സ്മൃതി. എൽ ഡി എഫിന് ജമാഅത്തയുടെ പിന്തുണ കിട്ടി എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സ്മൃതി പോലും, അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല നേരത്തെ പറഞ്ഞത്. സ്മൃതി പോലും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാ. LDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് പറയുന്ന സ്മൃതി പോലും ജമാഅത്തെ ഇസ്ലാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കരുതലോട് ജമാഅത്തെ ഇസ്ലാമിക്കും നിങ്ങളാണ്. തേടി എന്ന വാക്ക് ശരിയല്ലെന്നേ. അതുകൊണ്ടാണ് പിന്തുണ തേടിയല്ല, അവരുടെ തീരുമാനമാണ് പിന്തുണയ്ക്കാമെന്നുള്ളത്. അവർ പിന്തുണ നൽകുമ്പോൾ അത് സ്വീകരിക്കുന്നു. അല്ലാതെ അങ്ങനെ പോയി ചർച്ച നടത്തിയെന്ന് ഞാൻ LDF-നെ പറ്റിയും പറഞ്ഞിട്ടില്ലല്ലേ. അപ്പൊ LDF-ലെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്മൃതി പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, എനിക്ക് ഇതിന്റെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ കട്ട് പോകും, നിങ്ങളുടെ കട്ട് എവിടെയാ പോകുന്നത് എനിക്കറിയാം. ഇത് ശരിയല്ല. ഇതൊക്കെ ദുരർത്ഥമാണ്. താങ്കളുടെ വാക്കുകൾ ദുരർത്ഥമാണ്. ഇങ്ങനെ ക്ലാരിറ്റി വരുത്തിയൊന്നും കാര്യമില്ല. ഈ സാധനം പോവില്ലെന്നേ, മറ്റേ പോകുള്ളൂ. ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ശരിയല്ല. സ്മൃതിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കാം. LDF-ന് പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും നൽകി എന്ന് വാദിക്കുന്ന സ്മൃതി പോലും VD സതീഷിന്റെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ് അത്ര പുതുമ? ഞാൻ ഈ ചർച്ചയിൽ ഇതുവരെ VD സതീശൻ പറഞ്ഞത് ഗംഭീരമാണെന്ന് ഞാൻ എപ്പോ പറഞ്ഞു? ഇന്നെന്തൊരു പുതിയ കാര്യം കേട്ട പോലെ താങ്കൾ ഇന്നാണ് പറഞ്ഞത്. VD സതീശൻ പറഞ്ഞ നിലപാട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി പറയുന്നു ഞാൻ യോജിക്കുന്നില്ല. അത് യോജിക്കുന്നുണ്ടോ എന്നിങ്ങനെ യോജിക്കുന്നുണ്ടോ എന്ന വാക്കെടുത്ത് ചോദിച്ചോണ്ട് യോജിക്കുന്നില്ല. അത് ശരി, അതല്ല ശരിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. VD സതീശൻ പറഞ്ഞത് ശരിയല്ല. അത് തന്നെയാണ് ലീഗിന്റെ അഭിപ്രായം, അത് തന്നെയാണ് UDF-ലെ അഭിപ്രായം, അത് തന്നെയാണ് കോൺഗ്രസിലെ മറ്റു നേതാക്കളുടെ അഭിപ്രായം. നിലമ്പൂർ മണ്ഡലത്തിലെ ചർച്ചകളിൽ UDF നേരിടുന്ന പ്രതിസന്ധിയും ഇതാണ്. VD സതീശൻ പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ്മെന്റ്. അതല്ലാതെ ഈ ജമാഅത്തെയും വെൽഫെയർ പാർട്ടിയും നാരോക്കവിന്റെ കാര്യത്തിൽ എനിക്ക് ലഭിച്ച വിവരം അനുസരിച്ച് സബ്ജക്ട് ടു കറക്ഷൻ, അത് ഞാൻ പറഞ്ഞല്ലോ, തിരുത്തപ്പെടാൻ ഞാൻ തയ്യാറാണ്. അവിടെയുള്ള 23 വാർഡുകളാണ് വിശ്വസിക്കുന്നത്. 12ഓളം LDF-ന് കിട്ടിയെന്നും ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ ആ പഞ്ചായത്ത് ഭരിക്കാൻ കഴിയുമായിരുന്നു എന്നുമാണ് അവിടെയുള്ള ചില സുഹൃത്തുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നത്. അത് സബ്ജക്ട് ടു കറക്ഷനാണ്. ഞാനത് വിട്ടുതരുന്നു. അതെന്താണ് എന്നുള്ളത് ഇതിന്റെ വസ്തുത പുറത്തു വരട്ടെ. പക്ഷേ ഈ പറഞ്ഞ വസ്തുതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് സ്മൃതിയും യോജിക്കുന്നതിൽ എനിക്ക് സന്തോഷം. അത് തന്നെയാണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയം. ഇനി നമുക്ക് പോര് മുറുകുന്നോ എന്നാണ് ചോദ്യം. സുജയ, പോര് മുറുകുകയാണ്. ആ പോരിൻ്റെ ഒരു മുറുകലാണ് ഇപ്പോൾ എന്നിലേക്ക് വരാനുള്ള വൈകലിൽ തന്നെ, നിങ്ങളുടെ ഒരു പോരിൽ തന്നെ കണ്ടത്. അതേ സമാനമായ രീതിയിലാണ് LDF-ഉം UDF-ഉം തമ്മിൽ ആ മണ്ഡലത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പക്ഷേ നിങ്ങൾ പറഞ്ഞെല്ലാം ഹലാലായി മാറിയിരിക്കുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുടെ കാര്യം എന്നുള്ളതാണ് എനിക്ക് ആ ചർച്ച കണ്ടപ്പോൾ മനസ്സിലായത്. പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണും. കാരണം കിട്ടിയാൽ ആരുടെ ആയാലും വാങ്ങാം എന്നുള്ള നിലപാടിലേക്ക് LDF-ഉം UDF-ഉം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിലമ്പൂരിലെ ജനങ്ങൾ ഇക്കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. മുഖ്യമന്ത്രി 3 ദിവസത്തെ ക്യാമ്പയിനായിട്ടാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 2 പ്രസംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ UDF-ന് ആകെ വെട്ടിലായ മട്ടിലാണ്. കാരണം മുഖ്യമന്ത്രി ഒരു വിഷയവും വിടുന്നില്ല. PV അൻവർ പറഞ്ഞതിനും അടക്കം മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ അത് മാറി മാറി സ്വീകരിച്ചിട്ടുണ്ട് എന്നതിപ്പോൾ തർക്കിച്ച് LDF-ഉം UDF-ഉം സമ്മതിച്ചു കഴിഞ്ഞു. അതായത് ജമാഅത്തെ ഇസ്ലാമിയോടോ അവരുടെ മതരാഷ്ട്രവാദത്തോടോ LDF-നോ UDF-നോ ഐത്തമില്ല എന്നത് വ്യക്തമാകുന്നു. പക്ഷേ അത് തുറന്നു പറഞ്ഞ ഒരേ ഒരു നേതാവ് VD സതീശനാണ്. അവരുടെ നിലപാട് മാറ്റി, നയം മാറ്റി, അവരങ്ങ് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള ആ അർത്ഥം വരുന്ന രീതിയിൽ ഒരു വാചകം പ്രയോഗിച്ചത് VD സതീശനാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. LDF എപ്പോൾ പറഞ്ഞു? ഏത് നേതാവ് പറഞ്ഞു? CPI നേതാവ് അവരുടെ മതരാഷ്ട്രവാദത്തോട് യോജിപ്പാണ്. അങ്ങനെയല്ല, മതരാഷ്ട്രവാദമാണല്ലോ അവരുടെ ആശയം. അതിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ അവരുടെ വോട്ട് വേണ്ട എന്ന് പറയാമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അത് നേരത്തെ പറയാമായിരുന്നു. പറഞ്ഞില്ല. ഇപ്പോഴാണല്ലോ മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള ബോധം ഉദിച്ചത്. അതെന്തായാലും നന്നായി. നിങ്ങളുടെ ന്യൂനപക്ഷ മോർച്ച നേതാവ് പോയത് എന്തിനാ?
ന്യൂനപക്ഷ മോർച്ച നേതാവ് പോയെങ്കിൽ അവർക്ക് വോട്ട് തേടിപ്പോയതായിരിക്കും. മതരാഷ്ട്രവാദത്തെ അയാൾ ആ പ്രത്യേക വ്യക്തി അംഗീകരിക്കുന്നുണ്ടാവും. നരേന്ദ്രമോദി ഒന്നും എന്തായാലും പോയില്ലല്ലോ. അപ്പോൾ ഇവിടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെ BJPയുടെ ഒരു നേതാവ് പറയുന്നത്, അതായത് ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ നോക്കണം. UDFന്റെ ചെയർമാനാണ് മതരാഷ്ട്രവാദികൾക്ക് വെള്ള പെയിന്റ് അടിച്ചത്. അതിനെയാണ് ഇപ്പോൾ LDF വിമർശിക്കുന്നത്. അതുപോലും ഡോക്ടർ അരുണ് മനസ്സിലാവുന്നില്ലേ? ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ കുറച്ചു നേരം തർക്കിച്ച സമയം പോയതാണല്ലോ. എന്തായാലും മതനിരപേക്ഷ കുടുംബ സദസ്സ് 16-ാം തീയതി LDF സംഘടിപ്പിക്കുന്നുണ്ട്. അത് PDPയുടെ അടക്കം പിന്തുണ വാങ്ങിക്കൊണ്ടാണ് ഈ മതനിരപേക്ഷ കുടുംബ സദസ്സ്. അപ്പോൾ ആ കുടുംബ സദസ്സിൽ എന്താണ് LDF പറയാൻ പോകുന്നതെന്ന് അറിയാനാണ് ഞാൻ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ആ കുടുംബ സദസ്സ് നടക്കാൻ പോകുന്നത്. VD സതീശൻ പറയുന്നു, വീട് കയറി പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്ക്വാഡുകൾക്ക് അങ്ങനെയുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് എന്ന് VD സതീശൻ പറയുന്നു. എന്നാൽ ഇന്ന് ലീഗ് വന്നിരിക്കുമ്പോൾ ലീഗിൻ്റെ പാണക്കാട് തങ്ങളായാലും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയായാലും VD സതീശൻ പറഞ്ഞതിനെ അംഗീകരിക്കുകയോ ഈ മതരാഷ്ട്രവാദത്തോട് തങ്ങൾക്ക് യോജിപ്പുണ്ട് അല്ലെങ്കിൽ യോജിപ്പില്ല എന്ന കാര്യം പറയുകയോ ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ഒരു ലേഖനമുണ്ട്. 2016 ഒക്ടോബറിൽ മാതൃഭൂമിയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം. ആ തലക്കെട്ടിൽ ലേഖനം എഴുതിയ ആര്യാടൻ ഷൗക്കത്തും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൂടി വേണം എനിക്ക് ജയിക്കാൻ, അത് എന്തായാലും ഉറപ്പിച്ചു തരണേ എന്ന് VD സതീശനോട് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ UDF ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്ന് VD സതീശൻ ഇന്ന് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. VD സതീശൻ ഇന്ന് പറഞ്ഞ വാചകം ഇന്ന് പറഞ്ഞ വാചകമാണ്, പഴയ വാചകമല്ല, 3-4 ദിവസമായി ചർച്ച ചെയ്യുന്നതല്ല, ഇന്ന് പറഞ്ഞ വാചകമാണ്. വെൽഫെയർ പാർട്ടി പിന്തുണ തീരുമാനം UDF ഒറ്റക്കെട്ടായി എടുത്തതാണ്. അപ്പോൾ മതഭരണകൂടമല്ല മതേതര ജനാധിപത്യം എന്ന 2016 ലേഖനമൊക്കെ ആര്യാടൻ ഷൗക്കത്ത് അപ്പാടെ മടക്കി കീശയിലിട്ടിട്ടാണോ ഈ പിന്തുണ സ്വീകരിച്ചത് എന്ന ചോദ്യം കൂടി നിലമ്പൂരിൽ മുഴങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അന്ന് ഈ മൗദൂദിയുടെ പുസ്തകം അടക്കം വെച്ചുകൊണ്ടാണ് അന്ന് നടന്ന ചാനൽ ചർച്ചകളിലും ഷൗക്കത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി ഇതിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിനെ വീണ്ടും വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇരു മുന്നണികളും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളെ പറ്റിക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് മാത്രം നമുക്ക് സംസാരിക്കാം. മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് BJPയുടെ ഒരാൾ പിന്തുണ സ്വീകരിക്കാൻ പോയി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെ താങ്കൾ പറയുന്ന ആ വാദത്തിലേക്ക് ഞാൻ എന്തായാലും വീഴാൻ ഒരുങ്ങുന്നില്ല. നിലമ്പൂരാണല്ലോ ചർച്ചാ വിഷയം. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് ഈ മുന്നണികൾ വോട്ട് വാങ്ങുന്നത് അത് മതേതരത്വമാണ്, ഞങ്ങൾ മതനിരപേക്ഷ കക്ഷികളാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ ഈ രീതിയിൽ വോട്ട് വാങ്ങുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുക, അത് ജനങ്ങൾ എങ്ങനെയാണ് എടുക്കുക എന്നതുകൂടി അറിയണം. ഇന്നിപ്പോൾ സണ്ണി ജോസഫ് മറ്റൊരു കാര്യത്തിന് കൂടി VD സതീശനെ എൻഡോഴ്സ് ചെയ്യാതെ വിട്ടിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു പത്രപ്രസ്താവനയുണ്ട് ജൂൺ 11-ാം തീയതി. അതിൽ അവർ പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവുമാണ്, വോട്ടിന് വേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന തന്ത്രം എന്നതാണ് VD സതീശനെതിരെ അവർ പറഞ്ഞത്. അതിന് VD സതീശൻ അവരെ കാസയാക്കി, കത്തോലിക്ക കോൺഗ്രസിനെ കാസയാക്കി. കത്തോലിക്ക കോൺഗ്രസ് കാസയായത് എപ്പോഴാണ്, അല്ലെങ്കിൽ കാസയും കത്തോലിക്ക കോൺഗ്രസും ഒന്നാണോ എന്നതിന് മറുപടി പറയേണ്ടത് കത്തോലിക്ക കോൺഗ്രസ് ആണത്. ഫാദർ മാത്യു തൂമുള്ളിലോ അല്ലെങ്കിൽ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിലോ അതിനുള്ള മറുപടി അടുത്ത ദിവസം തന്നെ VD സതീശന് കൊടുക്കുമെന്നുള്ളതും നമുക്ക് അറിയാം. അത് സണ്ണി ജോസഫിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആ ചോദ്യത്തിന് സണ്ണി ജോസഫ് മറുപടി പറയുന്നില്ല. അപ്പോൾ VD സതീശൻ പറയുന്ന കാര്യങ്ങൾക്ക് KC വേണുഗോപാൽ പോലും എൻഡോഴ്സ്മെന്റ് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സണ്ണി ജോസഫ് കൊടുക്കുന്നില്ല, അടൂർ പ്രകാശ് കൊടുക്കുന്നില്ല, PK കുഞ്ഞാലിക്കുട്ടി കൊടുക്കുന്നില്ല, സാദിഖ് അലി തങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ എന്താണ് VD സതീശൻ പറഞ്ഞതിൽ നിലനിൽക്കുന്ന കാര്യം എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ VD സതീശന് എങ്ങനെയാണ് ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുക? പിന്തുണ സ്വീകരിക്കുന്നത് വോട്ട് വാങ്ങുന്നതിനും ഒപ്പം തന്നെ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇനിയും എത്രയോ കാലം ഉപയോഗിക്കാൻ പറ്റും. UDFന്റെ ചെയർമാനായിട്ടുള്ളയാൾ ഞങ്ങളുടെ പിന്തുണയെ പറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെ അസ്തിത്വത്തെ പറ്റി പറഞ്ഞ വാചകം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗണ്ട് ബൈറ്റ് അത് കാലാകാലങ്ങളിൽ എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ രാഷ്ട്രീയമായി ഒന്നും ചർച്ചയാക്കാതെ, വിഷയങ്ങൾ ചർച്ചയാക്കാതെ മതപരമായ ഒരു പോരാട്ടമാക്കാനായിട്ടുള്ള ശ്രമം നിലമ്പൂരിൽ അവസാന ലാപ്പിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം മാറ്റി നിർത്തിയ ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് അവരെ വെള്ളപൂശുന്ന നിലപാടെടുത്ത ഒരു UDF ചെയർമാൻ, അങ്ങനെയായിരിക്കും പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഇനിയിപ്പോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ എന്ന് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മാധ്യമം പത്രത്തിൻ്റെ അതുപോലെ തന്നെ അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മീഡിയ വൺ ചാനലിൻ്റെ അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിന് പാണക്കാട് തങ്ങൾ എന്തേ പോയില്ല? അപ്പോൾ ഇവർ നല്ല ആൾക്കാരാണ്, വോട്ട് വാങ്ങുന്നതിലൊന്നും പ്രശ്നമില്ല എന്നൊരു നിലപാടാണ് അന്നത്തെ തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ അന്നത്തെ ഉദ്ഘാടനത്തിനൊക്കെ പോകുമായിരുന്നല്ലോ. അപ്പോൾ ആ നിലപാട് മാറ്റിയോ? അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞ പാണക്കാട് തങ്ങൾ സത്യം പറഞ്ഞേനെ. അതിനു മുൻപ് PK കുഞ്ഞാലിക്കുട്ടി തടയിടുന്നത് ഇത് പറയരുത്, ഇതിപ്പോൾ പറയേണ്ടതല്ല, ഇത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട്ടെ, 19-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാമല്ലോ എന്ന് പറഞ്ഞ് അത് പോസ്റ്റ്പോൺ ചെയ്യിപ്പിച്ച് വെക്കുകയാണ്. അതാണ് അവിടെ നമ്മൾ കണ്ടത്. ഇതൊക്കെ പിണറായി വിജയൻ പറഞ്ഞ ഇന്നത്തെ മറ്റൊരു വാചകം കൂടി ശ്രദ്ധേയമാണ്. UDFലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അത് ഇൻഡയറക്റ്റ് ആയിട്ട് VD സതീശനുള്ള ഒരു കൊട്ടാണ്. എല്ലാവരുടെയും
സഹായം തേടാൻ തീരുമാനിച്ചു. അവസരവാദ നിലപാടാണിത്. തൽക്കാല ലാഭം മാത്രം നോക്കിയാൽ മതി. അത് ജനങ്ങളും ചോദിക്കും, തൽക്കാല ലാഭം നേടി ആരൊക്കെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അതോടൊപ്പം തന്നെ PV അൻവർ ഇന്ന് ഒരു കാര്യം ചോദിച്ചു. മുഖ്യമന്ത്രി 3 ദിവസം അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ PV അൻവർ ചോദിച്ച ഒരു കാര്യം നമ്മളോട് തന്നെയാണ് സംസാരിച്ചത്. നിലമ്പൂരിലെ LDFന്റെ പ്രചാരണ ബോർഡുകളിൽ അതുപോലെ ഫ്ലെക്സുകളിൽ അതിലൊന്നും മുഖ്യമന്ത്രിയുടെ പടം എന്താണ് വെക്കാത്തത്? മുഖ്യമന്ത്രി ക്യാപ്റ്റൻ നയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്, ക്യാപ്റ്റനാണ് ഇതിൽ. VD സതീശൻ ജയിച്ചാലും തോറ്റാലും തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. VD സതീശനെ എല്ലാത്തിലും ഞാൻ കുറ്റം പറയുന്നില്ല. VD സതീശൻ തോറ്റാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനം എടുത്തതിനെ ചൊല്ലിയൊക്കെയുള്ള ചോദ്യങ്ങൾ കുറെ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ ഉത്തരവാദിത്തം എനിക്കാണെന്ന് പറയുന്നില്ല. അതേസമയം ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഉറപ്പാണ് നിലമ്പൂരുകാർക്ക് കൊടുക്കുന്ന വലിയ ഉറപ്പായിട്ട് ഞാൻ കാണുന്നത്. ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ് സ്വരാജ്. ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ. അപ്പോൾ സ്വരാജിനെ മന്ത്രിയാക്കും എന്നുള്ള ഒരു ഉറപ്പാണോ? കാരണം തൃശ്ശൂർ എടുത്താൽ സുരേഷ് ഗോപി മന്ത്രിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് തൃശ്ശൂരുകാർക്ക് കൊടുത്ത ഒരു ഉറപ്പ് പോലെയാണ് നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കൊടുത്തിരിക്കുന്ന ഉറപ്പ്. ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനാണ്, ഞങ്ങൾ കാത്തിരിക്കുന്നു, നിങ്ങൾ വിജയിപ്പിച്ചയക്കൂ എന്ന് പറയുന്നു. ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങളെ ഉള്ളെങ്കിലും നിലമ്പൂരുകാർക്ക് PV അൻവറോ 2 ടേമായിട്ട് മന്ത്രിയൊന്നും ആയില്ലല്ലോ. ഇടത് സർക്കാർ 2 ഊഴമായി ഭരിക്കുന്നു. അപ്പോൾ സ്വരാജിനെ വിജയിപ്പിച്ചാൽ നിലമ്പൂരുകാർക്ക് ഈ അവസാന മാസങ്ങളിൽ ഒരു മന്ത്രിയെ കിട്ടുമോ? അതാണോ മുഖ്യമന്ത്രി പറഞ്ഞത്? ആ കാര്യവും വരും ദിവസങ്ങളിൽ അവിടെ ചർച്ചയാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ കയ്യിൽ കാശുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അവിടെയുള്ള പാവങ്ങളുടെ ദുരിതം കൂടി കാണണം. അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും കൃത്യമായി സഹായിക്കുന്നുണ്ടോ? കാളികാവിലെ കടുവയൊക്കെ ഒരു മാസമായിട്ട് അതിലെ കറങ്ങി നടക്കുകയാണ്. അതിനെ പിടിക്കാനായിട്ട് ആ വനമന്ത്രിയോടൊക്കെ ഒന്ന് മുഖ്യമന്ത്രി പറയണം. 3 ദിവസം അതിലെ കറങ്ങി നടക്കുമ്പോൾ കാളികാവ് വഴിയൊന്ന് മുഖ്യമന്ത്രി പോയി ആ കടുവയുടെ മുന്നിൽ പെടരുതേ എന്നൊരു പ്രാർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുകയാണ്. ആശമാർ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആശമാരുടെ കടന്നുവരവ് അത് ആർക്ക് ഗുണമാകും? ആ വിഷയമടക്കം അവിടെ നിൽക്കുകയാണ്. മലപ്പുറം പരാമർശവും ക്ഷേമ പെൻഷനും ഒക്കെ അടുത്ത 4 ദിവസമേ ഉള്ളൂ. ചൊവ്വാഴ്ചയാകുമ്പോഴേക്കും ഈ പരസ്യ പ്രചാരണത്തിന്റെ സമയം തീരുകയാണ്. അപ്പോൾ ആ കടുവയുടെ കാര്യത്തിലൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് തീരുമാനമാക്കിയിട്ട് മുഖ്യമന്ത്രി ചന്തക്കുന്നും മൂത്തേടവും ഒക്കെ കടന്നൊന്ന് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. മുഖ്യമന്ത്രി കേന്ദ്രത്തിന് എഴുതിയ ഒരു കത്തുണ്ട്. അതിനകത്ത് ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. എന്താ തീരുമാനം? പ്രഖ്യാപിക്കില്ല എന്ന്. ആ തീരുമാനം ആർക്ക് അനുകൂല? പന്നിക്ക് അനുകൂലമാണ്. പന്നി രക്ഷപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ പോര് മുറുകുന്നു എന്നതാണ് ചോദ്യം. 4 പേരുടെ അഭിപ്രായം യെസ് എന്നുള്ളതാണ്. Meet the editors.